പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. കിരൺ, ഈ മുന്നണി രാഷ്ട്രീയങ്ങളുടെ ഒരു ഒരു പ്രഭവ കേന്ദ്രം, അതിൽ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ വളരെ ആസൂത്രിതമായി നടത്താനുള്ള ഒരു ചടുലത, പാടവമൊക്കെയായിരുന്നു സീതാറാം യെച്ചൂരിയുടെ ഒരു ബ്രില്യൻസ്. അദ്ദേഹത്തിൻ്റെ ഒരു വൈദഗ്ധ്യം അത് പലവട്ടം നമ്മൾ കണ്ടതാണ്. അത് ഒന്നാം UPA സർക്കാരിൻ്റെ സമയത്തായിക്കോട്ടെ, 2018 കർണാടകയിൽ സർക്കാർ രൂപീകരണത്തിന് JDS എത്തിക്കുന്നതിൽ വഹിച്ച പങ്കൊക്കെ അന്ന് കിരൺ തന്നെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതും ആദ്യമായി. അതിലൊക്കെ സീതാറാം യെച്ചൂരിയുടെ ഒരു നയപരമായിട്ടുള്ള ഒരു വൈദഗ്ധ്യം വ്യക്തമായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അക്കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക? എൽദോ, മാധ്യമപ്രവർത്തന ചരിത്രത്തിൽ തന്നെ അഭിമാനകരമായ ഒരു മുഹൂർത്തം കൂടിയായിരുന്നു അത്. യഥാർത്ഥത്തിൽ കർണാടകയിൽ 2018 തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള മത്സരം. കോൺഗ്രസിന്റെ സിദ്ധരാമയ്യായിരുന്നു മുഖ്യമന്ത്രി. വീണ്ടും ഒരു സിദ്ധരാമയ്യ സർക്കാർ വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത്. എന്നാൽ കോൺഗ്രസ് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമോ എന്ന വിഷയത്തിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഉയർന്നിരുന്നു. അവിടെ JDS ഒരു നിർണായക ശക്തിയായി മാറുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ BJPയും JDSും ചേർന്ന് ഒരു സർക്കാർ രൂപീകരണത്തിലുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ ചില സാധ്യതകൾ മുൻകൂട്ടി തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ BJP ആണ് മറുപക്ഷത്തെങ്കിൽ അവിടെ BJP അധികാരം പിടിക്കുക എന്നുള്ളതാണ് ചരിത്രം. ആ ചരിത്രത്തെ അത്യപൂർവ സമയങ്ങൾ മാത്രമേ മാറ്റിമറിക്കാൻ കോൺഗ്രസിനോ ഇന്ത്യയിലെ മറ്റു പാർട്ടികൾക്കോ കഴിഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് കോൺഗ്രസിന് അങ്ങനെ ഒറ്റയ്ക്ക് ഒരു നേതൃത്വത്തിൽ ഇത്തരം ഇടപെടലുകൾ നടത്തി മറ്റു പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് അധികാരം പിടിക്കുക എന്നുള്ളത് വളരെ അപൂർവ ഘട്ടത്തിൽ മാത്രമേ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2018 അങ്ങനെ ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. അത്തരം ഒരു നീക്കത്തിന്റെ കൂടി ഫലമായിരുന്നു അന്ന് JDSലെ കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് കോൺഗ്രസ് പിന്തുണ നൽകുന്ന ഒരു സർക്കാർ എന്നുള്ള വ്യവസ്ഥയിലേക്ക് വരികയും കുമാരസ്വാമി അങ്ങനെ അവിടെ BJPയെ പ്രതിപക്ഷത്തിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തത്. അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വന്നത്? ഇന്ത്യൻ ചരിത്രം, ഇന്ത്യയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളടക്കം കൗതുകത്തോടു കൂടി കണ്ട ഒന്നായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സഖ്യം സാധ്യമായത്? തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന മണിക്കൂറുകൾ തന്നെ കോൺഗ്രസ് നാടകീയമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു, JDSന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയായിക്കൊണ്ട് അവർ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു ഭരണത്തിന് ഭൂരിപക്ഷ പിന്തുണ 112 സീറ്റുകൾ വേണ്ടെടുത്ത് 116 സീറ്റുകളുടെ പിന്തുണ അവർക്ക് ഉണ്ട് എന്നറിഞ്ഞിട്ടും ഗവർണർ പക്ഷേ അന്ന് പക്ക രാഷ്ട്രീയം കളിക്കുകയായിരുന്നു. അന്ന് BJPയെ ഭരണത്തിലേക്ക് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി BJPയാണ് അദ്ദേഹം ക്ഷണിച്ചത്. ഏറ്റവും വലിയ പാർട്ടി BJPയാണ്, അതുകൊണ്ട് BJP ക്ഷണിക്കുന്നു എന്നുള്ള ന്യായമാണ് ഉയർത്തിയത്. പക്ഷേ സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അങ്ങനെയല്ല. ഏത് മുന്നണിക്കോ പാർട്ടികൾക്കോ ആണ് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയുള്ളത്, അവരെ വിളിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ മര്യാദ. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു കീഴ്വഴക്കം അവിടെ നടത്തിയത്. പക്ഷേ 6 ദിവസം മാത്രമായി ആ സർക്കാരിന്, യെദ്യൂരപ്പ സർക്കാരിന് നിലനിൽപ്പുണ്ടായുള്ളൂ. അതിനപ്പുറത്തേക്ക് അവിടെ JDSും കോൺഗ്രസും നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ നിലവിൽ വന്നു. അത് ഇങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ആ നീക്കം നടന്നത്. ഈ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ JDSനെ പോലൊരു പാർട്ടിക്ക്, ദേവഗൌഡയുടെ പാർട്ടിക്ക് ഏത് മുന്നണിയിലേക്ക് മാറി മറിയുന്നതിന് പ്രത്യേകിച്ച് ആശയ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ BJPയുമായും കൂട്ടുകൂടിയിട്ടുണ്ട്, കോൺഗ്രസുമായും കൂട്ടുകൂടിയിട്ടുണ്ട്, ഐക്യമുന്നണിയുമായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുള്ള JDSനെ മാറ്റിമറിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ BJP ചാക്കിട്ട് പിടിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട സീതാറാം യെച്ചൂരി ആദ്യം തന്നെ ദേവഗൌഡയെ വിളിച്ചു. ദേവഗൌഡയെ വിളിച്ചിട്ട് മതേതര ചേരിക്കൊപ്പം താങ്കൾ ഉറച്ചു നിൽക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. ഫലം വരുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നത് ആലോചിക്കണം. അങ്ങനെ ദേവഗൌഡ തിരിച്ചു ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് നൽകണം. ആദ്യം കോൺഗ്രസ് പിന്തുണ JDSന് പ്രഖ്യാപിക്കുകയും വേണം. JDS പിന്തുണ അങ്ങോട്ട് അഭ്യർത്ഥിക്കില്ല, ഇങ്ങോട്ട് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിക്കണം. ഈ 2 ആവശ്യങ്ങളാണ് പ്രധാനമായും ദേവഗൌഡ വെച്ചത്. ദേവഗൌഡയോട് അന്ന് യെച്ചൂരി പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം, താങ്കളെ പ്രധാനമന്ത്രിയാക്കിയത് ഐക്യമുന്നണിയാണ്, അതിന് നേതൃത്വം നൽകിയത് CPM അടക്കമുള്ള പാർട്ടികളാണ് എന്നത് താങ്കൾ ആലോചിക്കണം. അങ്ങനെ ഇന്ത്യൻ മതേതര മുന്നണിയുടെ ചാമ്പ്യനായി നിന്നൊരാളാണ് താങ്കൾ. ആ മതേതര ചേരിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് താങ്കൾ BJPയിലേക്ക് ഒരു കാരണവശാലും പോകരുത് എന്നൊരു നിർദ്ദേശമാണ് വെച്ചത്. അതിനുശേഷം HD കുമാരസ്വാമിയുമായും HD രേവണ്ണയുമായും യെച്ചൂരി ചർച്ച നടത്തുന്നു. അങ്ങനെ ധാരണ എത്തിയ ശേഷമാണ് യെച്ചൂരി നേരെ അന്നത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായും അദ്ദേഹം വിവരം ധരിപ്പിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് നേതാക്കളെയും സോണിയാഗാന്ധിയെയും ദേവഗൌഡയും തമ്മിൽ സംസാരിക്കാൻ ഇടം നൽകുന്നു. അങ്ങനെ അതിലൂടെ ഒരു രാഷ്ട്രീയ ധാരണ രൂപപ്പെടുന്നു. BJPയുടെ നേതൃത്വത്തിൽ അന്ന് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് BJPക്ക് ഇത്തരം തന്ത്രങ്ങൾക്ക് എല്ലാ കാലത്തും നേതൃത്വം നൽകുന്നത്. അമിത്ഷാ തന്നെയായിരുന്നു കർണാടകയുടെ ചുമതലയിൽ നിന്നുകൊണ്ട് അവിടെ ഒരു BJP സർക്കാരിന് വേണ്ടി തീരുമാനങ്ങളും നയങ്ങളും അല്ലെങ്കിൽ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. അമിത്ഷായുടെ ഈ നീക്കങ്ങളെ അടക്കം വെട്ടിക്കൊണ്ടാണ് മുൻകൂർ ഒരു തീരുമാനം അന്ന് യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നടന്നത്.
എങ്ങനെയാണ് ഇങ്ങനെ ഒരു നീക്കം നടന്നത് എന്നത് സംബന്ധിച്ച ഈ സർക്കാർ രൂപീകരിക്കുമ്പോഴും അത് എങ്ങനെ സാധ്യമായി എന്നതിനെ സംബന്ധിച്ച് എവിടെയും വാർത്തകൾ പുറത്തു വന്നിരുന്നില്ല. നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും, ന്യൂസ് 18 കേരളമാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിടുന്നത്. ആ വാർത്ത പുറത്തുവിടുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസവും മറ്റേതെങ്കിലും മലയാള പത്രങ്ങളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രങ്ങളോ ഒന്നും എങ്ങനെയാണ് യെച്ചൂരിൽ ഇതിന് ഇടപെട്ട രീതിയെക്കുറിച്ച് എവിടെയും വാർത്ത വന്നിരുന്നില്ല. ഹഫിംഗ്ടൺ പോസ്റ്റാണ് ആദ്യമായി ഇങ്ങനെയൊരു വാർത്ത ഇംഗ്ലീഷിൽ ആദ്യം പുറത്തുവിടുന്നത്. ഹഫിംഗ്ടൺ പോസ്റ്റ് ആദ്യമായി ഞങ്ങളുടെ വാർത്തയാണ് എന്ന മട്ടിൽ തന്നെ അവർ അത് സമൂഹ മാധ്യമങ്ങളടക്കം കുറിക്കുകയും ചെയ്തു. അന്നത്തെ ന്യൂസ് 18 എഡിറ്റർ രാജീവ് ദേവരാജ് തന്നെ ഇത് അങ്ങനെയല്ല, നിങ്ങൾ വാർത്ത വിടുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു എന്നതിന്റെ ലിങ്ക് അടക്കമുള്ള വാർത്ത കമന്റ് ചെയ്യുകയും ഹഫിംഗ്ടൺ പോസ്റ്റ് അത് തിരുത്തിക്കൊണ്ട് ന്യൂസ് 18 ടീമിന് അഭിനന്ദനം അർഹിക്കുകയും ഒക്കെ ചെയ്തതാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ മാധ്യമപ്രവർത്തന ജീവിതത്തിലെ തന്നെ വലിയ സംഭവങ്ങളാണ്. ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങളെ തിരിച്ചറിയുകയും അത് ആദ്യം റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് അത്യപൂർവമായി വളരെ രഹസ്യമായി സീതാറാം യെച്ചൂരി നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. സീതാറാം യെച്ചൂരിക്ക് ഒരേ സമയം തന്നെ HD ദേവഗൌഡയുമായും സോണിയാഗാന്ധിയുമായിട്ടുണ്ടായിരുന്ന അടുപ്പം കൊണ്ടാണ് ഇത്തരമൊരു രാഷ്ട്രീയ നീക്കം സാധ്യമായത്. സീതാറാം യെച്ചൂരി പറഞ്ഞാൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ HD ദേവഗൌഡയ്ക്കും വിശ്വാസമായിരുന്നു. അത്തരം ഒരു വിശ്വാസത്തിന് പുറത്താണ് യഥാർത്ഥത്തിൽ അന്ന് ഏകദേശം 16 മാസത്തോളം നീണ്ട HD കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ കർണാടകയിൽ നിലവിൽ വന്നത്. BJPക്ക് അന്ന് കനത്ത തിരിച്ചടിയായിരുന്നു അത്. BJP കേന്ദ്രം ഭരിക്കുന്ന ഒരു കാലത്ത് ഒരു സംസ്ഥാനത്ത് ഭൂരിപക്ഷം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറുന്നു. അങ്ങനെ BJP മാറിയിട്ടും BJPക്ക് അവിടെ അനായാസം ഏത് മുന്നണിയിലേക്കും മാറാനും ചരിയാനും ഒക്കെ സാധ്യതയുള്ള HD ദേവഗൌഡയുടെ JDS-നെ സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ കഴിയുന്നില്ല. അവർ മറുപക്ഷത്തേക്ക് പോകുന്നു. അവിടെ ബുദ്ധിപരമായി യെച്ചൂരി കണ്ടത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകാൻ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ അങ്ങനെ നൽകണം എന്നില്ല. ദേവഗൌഡ സ്വാഭാവികമായും വിലപേശൽ രാഷ്ട്രീയത്തിലേക്കൊക്കെ കടക്കും. ദേവഗൌഡയോട് മാത്രം സംസാരിച്ചാൽ പോരാ, അന്ന് തീരുമാനങ്ങളെടുക്കുന്നതിൽ HD കുമാരസ്വാമിക്കും HD രേവണ്ണയ്ക്കും നിർണായകമായ പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവഗൌഡയുമായും ആദ്യം ചർച്ച നടത്തുകയും അദ്ദേഹത്തെ തീരുമാനം പ്രഖ്യാപിക്കുകയും ഇവർ രണ്ടുപേരുമായും ചർച്ച നടത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ സഖ്യത്തിലേക്ക് യെച്ചൂരി നീങ്ങുന്നത്. ഞാൻ വരാം.